ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് ഓൺമാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് കാർഗിലിലേക്കാണ്. ഇന്ന് നമുക്ക് 125 കിലോമീറ്ററോളമാണ് യാത്ര ചെയ്യാനുള്ളത്. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ദ്രാസിലുള്ള കാർഗിൽ വാർ മെമ്മോറിയൽ, പിന്നെ LOCയിലുള്ള ഹണ്ടർമാൻ എന്ന വില്ലേജ്, ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട്. അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്കുള്ള രണ്ടാമത്തെ ബേസ് ക്യാമ്പായ ബാൽതാലിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ ഇനി കയറാൻ പോകുന്നത് സോജില പാസ് ആണ്. വർഷത്തിൽ 6 മാസത്തോളം മഞ്ഞുമൂടി കിടക്കുന്നതിനാൽ യാത്ര അത്ര കണ്ട് പോസിബിൾ അല്ലാത്തൊരു സ്ഥലമാണ് സോജില പാസ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ ഒരു സോജില ടണൽ നിർമ്മിക്കുന്നുണ്ട്. ആ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇതുവഴിയുള്ള ഇപ്പോഴത്തെ യാത്ര. ഓരോ കർവ് കഴിയുന്തോറും നമ്മളിങ്ങനെ ഹൈറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മൾക്ക് അറിയാനുണ്ട്. നമുക്ക് ബ്രീത്തിങ് ട്രബിൾ നന്നായിട്ട് അറിയുന്നുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് AMS എന്താണെന്ന്. ആ ഒരു അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഡൈമോക്സിൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. മാത്രമല്ല ഇനി വൈകിട്ടും അത് കഴിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആർമിയാണ് ഇവിടെയുള്ള ട്രാഫിക്കും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടില് വാഹനം ഓടിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഇവിടെ ഓടിക്കാനായിട്ട്. മിക്കവാറും സമയത്ത് ഈ റൂട്ടിലൊക്കെ ഫസ്റ്റിൽ മാത്രമേ പോകത്തുള്ളൂ. തന്നെയല്ല വണ്ടിക്ക് നല്ല പുള്ളിയും കുറവായിരിക്കും. നിങ്ങൾക്കാണെങ്കിൽ ലഗേജ് വെയിറ്റ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി വളരെ പതുക്കെ മാത്രമേ പോകാനും പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതുവഴി പ്ലാൻ ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലഗേജ് വെയിറ്റ് എത്ര കുറഞ്ഞിരിക്കുന്നുവോ അത്ര കിടിലമായിരിക്കും യാത്ര. നമ്മൾ ഈ കാണുന്ന ട്രക്കുകളുടെ ഈ വലിയ നിര അവർ ലഡാക്ക് അതുപോലെ ബോർഡർ ഏരിയാസിലേക്ക് സ്റ്റേഷനറി ഐറ്റംസുമായിട്ട് പോകുന്നവരാണ്. ആക്ച്വലി ഇവരും ഒരു റിയൽ ഹീറോസ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം മാസങ്ങളെടുക്കും ഇവർ ഈ സാധനങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ഈ വണ്ടിയുമായിട്ട് ഇവരുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്താനായിട്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഏകദേശം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രക്കുകാർ പറയുന്നത് അവരിപ്പോൾ ഒരു 3-4 മണിക്കൂർ കൊണ്ടേ ഇവിടെ സ്റ്റക്കായി കിടക്കുകയാണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഇവിടെ എന്തായാലും അല്ലാത്ത പ്രൈവറ്റ് വണ്ടികളൊന്നും കാണാത്തത് കൊണ്ട് കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഹൈറ്റ് കയറുന്നതനുസരിച്ച് തന്നെ തണുപ്പിങ്ങനെ അരിച്ച് കയറിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല വെയിലാണെങ്കിൽ ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള UV റേസും. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വിന്റർ ക്ലോത്തുകൾ, നമ്മളുടെ നല്ല സ്വെറ്റർ, നല്ല ഗ്ലൗ, അത് കൂടാതെ തന്നെ UV റേസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ UV പ്രൊട്ടക്ഷൻ, പോളറൈസ് ആയിട്ടുള്ള സൺഗ്ലാസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യമാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് മുകളിൽ നിന്നുള്ള ഐസ് ഉരുകിയ വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും റോഡെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഫുള്ള് പൊടി അടിഞ്ഞ് കിടക്കണം. നമുക്കൊന്നും കാണാൻ വയ്യ. കട്ടറിലൊക്കെ വീഴണം. നല്ല ബുദ്ധിമുട്ടുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട്. ട്രക്കിന്റെ പുറകെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ടുള്ള പൊടി അടിച്ച് കയറി വരികയാണ്. ഒറ്റയടിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനും പറ്റില്ല. നമ്മുടെ നാട്ടിലേക്ക് കൂടെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ 1-2 ഹോണൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒതുക്കാൻ പറ്റുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവർ ഒതുക്കി തരും. നമ്മൾ ഒരുപാട് ആവേശം കാണിക്കരുത് ഈ റൂട്ടിൽ. പടം മൊത്തം പൊടിയാണ്. ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഫുള്ള് പൊടി അടിഞ്ഞുകൊണ്ട് ഒന്നും കാണാനും വയ്യ. നമുക്കിവിടെ വണ്ടി ഒതുക്കി നിർത്താൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യേണ്ട സ്ഥലമാണ് ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ അടുപ്പിച്ചായി നമ്മൾ ഈ ട്രാഫിക്കിൽ പെട്ടിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മളുടെ പ്ലാനിങ് ഫുള്ള് തെറ്റിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 3 മണിക്കൂർ പുറത്ത് ലേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് കാർഗിൽ സമയത്ത് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഡൗട്ടിലാണ്. ഇവിടെ ഓപ്പോസിറ്റ് വണ്ടി വരുവാണെങ്കിലാണ് ബുദ്ധിമുട്ട്. നമുക്ക് സൈഡ് കൊടുക്കാനും പറ്റില്ല. ഒരു സൈഡിലാണെങ്കിൽ വളരെ വലിയ കൊക്കയാണ്. ആർമിയുടെ ക്യാമ്പിൽ നിന്ന് കയറി വരുന്ന വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾക്കാണ് ഇവിടെ പ്രയോറിറ്റി കൂടുതലുള്ളത്. ഇതേ ചുറ്റും നോക്കി, ആ സോജില കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കംപ്ലീറ്റ് ആയിട്ടുള്ള പച്ചപ്പ് പോയി. ഫുൾ ബാരൻ ഏരിയയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഈ ബാരൻ ഏരിയയിൽ കൂടിയായിരിക്കും നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ ഒരുവിധം സോജില പാസിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുക. ഈ കാണുന്ന മലകൾക്കപ്പുറം പാകിസ്ഥാനാണ്. ഏകദേശം ഒരു ബോർഡർ റേഞ്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സ്ഥലം ഡ്രാസ് ആണ്. ഇനി ശകലം പച്ചപ്പ് കാണണമെങ്കിൽ ഇനി ഡ്രാസിലേ ഉള്ളൂ. സോജിലയിലെ മറ്റൊരു ആർമി ബേസിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ അവിടുന്നേ ഉണ്ടായിരുന്ന വണ്ടികളാണിത്. അങ്ങനെ നമ്മൾ അവരുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ കുറേ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജമ്മു എത്തിയപ്പോഴാണ് അവസാനം നമുക്ക് നെറ്റ്വർക്ക് കവറേജ് കിട്ടിയത്. ഇവിടെയെങ്കിലും കവറേജ് ഇല്ല. ഈ ദ്രാസിലെത്തിയാലേ കവറേജ് ഉള്ളൂ. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ക്ലൈമറ്റ് തന്നെയാണ്. എപ്പോഴാണ് ചേഞ്ച് ചെയ്തതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈം ടേബിളിനെ തന്നെ തെറ്റിച്ചു കളയാം. അപ്പോൾ ഇന്നലെയും വൈകിട്ടായപ്പോഴത്തേക്ക് ഇവിടെ സ്നോഫാളൊക്കെ ഉണ്ടായെന്നാണ് പട്ടാളക്കാർ പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഏരിയ കടക്കണം. കുത്തനെയുള്ള കയറ്റം കഴിഞ്ഞ് ഇപ്പോൾ അതേപോലെയുള്ള ഇറക്കമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറക്കമായതുകൊണ്ട് വലിയ പാടില്ല. അപ്പം നമുക്ക് ആ ചുറ്റുമുള്ള സ്ഥലമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഇറങ്ങി നിന്ന് ആസ്വദിക്കാമെന്ന് വെച്ചാൽ പറ്റത്തില്ല. ഉച്ച കഴിഞ്ഞതുകൊണ്ട് നല്ലതുപോലെ തണുപ്പ് കൂടി വരികയാണ്. ഇപ്പം നമ്മളൊരു 1 മണിക്കൂറിനകം ഡ്രാസിലെത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ജമ്മു കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറി വിട്ടിട്ട് ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മുടെ വാഹനമൊക്കെ രജിസ്റ്റർ ചെയ്യണം. അതിന് പ്രത്യേകം പൈസ ഒന്നും കൊടുക്കണ്ട, രജിസ്റ്റർ ചെയ്താൽ മാത്രം. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമായ ഡ്രാസിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെയാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് നീങ്ങാം. ഒരു ഇന്ത്യക്കാരൻ തന്റെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കാർഗിൽ വാർ മെമ്മോറിയൽ. ഇതിന്റെ കാഴ്ചകൾ പറഞ്ഞറിയിക്കാനാണ് നല്ലത്, കണ്ടറിയുന്നത് തന്നെയാണ്. ആ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളുടെ സുരക്ഷയ്ക്കായി ജീവൻ ബലി കഴിപ്പിച്ച നമ്മളുടെ സഹോദരങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്.
നമ്മുടെ കാർഗിൽ യുദ്ധത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ, വിമാനങ്ങൾ അങ്ങനെയുള്ള എല്ലാം തന്നെ ഇവിടെ മ്യൂസിയമായിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ മരണപ്പെട്ട ആ ധീര ജവാന്മാരുടെ ഓർമ്മകൾക്ക് ഒരു വലിയ സല്യൂട്ട് നൽകി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഹണ്ടർമാനിലേക്ക് തിരിച്ചു. 1972 യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥലമാണ് ഹണ്ടർമാൻ. ഇന്ത്യയുടെ കാർഗിൽ ഏരിയയിലെ അവസാനത്തെ വില്ലേജ് കൂടിയാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് LOCയെ കാണാൻ പറ്റും. പണ്ട് യുദ്ധത്തിൽ താർന്ന വീടുകളാണ് ഇതെല്ലാം തന്നെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനിൽ ഒരു പള്ളിയൊക്കെ കാണാൻ പറ്റും. ഇതേ കണ്ടില്ലേ? അന്ന് ആ വില്ലേജിൽ തകർക്കപ്പെട്ട ബിൽഡിങ്സ് എല്ലാം ഇന്നൊരു മ്യൂസിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനുള്ളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.